ഹലോ ഗായ്സ്, ഡേ 57 ആണ്. ഞാൻ ഇത്രയും തളരാൻ കാരണം വേറൊന്നുമല്ല, പിസ്റ്റൽ സ്ക്വാട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റാമിൻ ബ്രോ ഇന്നലെ ഒരു ചലഞ്ച് ഇട്ടിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എത്ര പിസ്റ്റൽ സ്ക്വാട്ട് ചെയ്യാമെന്ന്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എത്ര പിസ്റ്റൽ സ്ക്വാട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 27 പിസ്റ്റൽ സ്ക്വാട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. ലെഗ് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഏറ്റവും നല്ല വർക്കൗട്ടുകളിൽ ഒന്നാണ് പിസ്റ്റൽ സ്ക്വാട്ട്. പക്ഷേ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള വർക്കൗട്ടും അല്ല. ഞാൻ എന്തായാലും 20 മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നു. 27 ചെയ്യാൻ പറ്റി. 28 എടുക്കാൻ നേരത്ത് ഫെയിലായി. അതിനുശേഷം നേരെ പോയത് സ്കിപ്പി റോപ്പിലേക്കായിരുന്നു. സ്കിപ്പി റോപ്പ് 300 കൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് കുറച്ച് നേരം ചെയ്തിട്ട് അടുത്ത വർക്കൗട്ട് എന്തെങ്കിലും ആലോചിച്ചിരുന്നപ്പോൾ വിചാരിച്ചു ഡബിൾ ലഞ്ച് കുറച്ച് നേരം ചെയ്ത് നോക്കിയാലെന്ന് ആലോചിച്ചു. ഡബിൾ ലഞ്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് അത് കുറച്ച് നേരം ചെയ്തിട്ട് പിന്നെ സിംഗിൾ ലഞ്ചക്കിലേക്ക് പോയി. സിംഗിൾ ലഞ്ചക്കിൻ്റെ സ്പീഡ് അത്യാവശ്യം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. എന്തായാലും 90 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ബ്രൂസിനേക്കാളി സ്പീഡ് വീശി നമ്മൾ വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കും. ലഞ്ചക്ക് ചെയ്താൽ സ്റ്റിക്ക് ആയിരിക്കുന്ന മോശമല്ലേ, അതുകൊണ്ട് വിചാരിച്ച് സ്റ്റിക്ക് ചെയ്യാമെന്ന്. ഡബിൾ സ്റ്റിക്കിൻ്റെ റൊട്ടേഷനാണ് ആദ്യമേ ചെയ്ത് നോക്കിയത്. അത് കുറച്ച് നേരം ചെയ്തിട്ട് സിംഗിൾ സ്റ്റിക്ക് റൊട്ടേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സിംഗിൾ സ്റ്റിക്ക് റൊട്ടേഷൻ ഒരു ടൈപ്പ് റൊട്ടേഷനേ ചെയ്തുള്ളൂ. അത് കുറച്ച് നേരം ചെയ്തിട്ട് അടുത്ത വർക്കൗട്ടിലേക്ക് പോയി. അടുത്ത വർക്കൗട്ട് പുഷപ്പായിരുന്നു. ക്ലാപ്പ് പുഷപ്പാണ് മെയിനായിട്ട് ചെയ്തത്. ക്ലാപ്പ് പുഷപ്പ് 10 കൗണ്ടിൻ്റെ ഒരു സെറ്റേ ചെയ്തുള്ളൂ. 10 കൗണ്ടിൻ്റെ ഒരു സെറ്റ് ചെയ്തിട്ട് ബാർബൽ ഉപയോഗിച്ച് ബൈസെപ്സ് കേളി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 20 kg വെയിറ്റ് ഉപയോഗിച്ചാണ് ബൈസെപ്സ് കേളി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ആയിരുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബാറ്റിൽ റോപ്പിനെ കണ്ടത്. ബാറ്റിൽ റോപ്പ് നേരെ എടുത്ത് 1 മിനിറ്റിൻ്റെ 2 റൗണ്ട് വർക്കൗട്ട് ചെയ്തു. ബാറ്റിൽ റോപ്പ് ചെയ്തപ്പോൾ നന്നായി ക്ഷീണിച്ചതുകൊണ്ട് വിചാരിച്ചു ഇനി ഇരുന്നിട്ടുള്ള വല്ല വർക്കൗട്ടും ആവാമെന്ന്. അങ്ങനെ എൽസിറ്റും ക്രോപ്പോസും അത് കഴിഞ്ഞിട്ട് നേരെ ഹെഡ് സ്റ്റാൻഡിലോട്ട് പോയി. ഹെഡ് സ്റ്റാൻഡിൽ പോയിട്ട് എനിക്ക് പിന്നെ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ കുറച്ച് നേരവും കൂടി പിസ്റ്റൽ സ്ക്വാട്ട് ചെയ്താലെന്ന് ആലോചിച്ചു. അങ്ങനെ വീണ്ടും ഒരു 6 കൗണ്ട് പിസ്റ്റൽ സ്ക്വാട്ട് ചെയ്തു. എന്നിട്ട് അടുത്ത വർക്കൗട്ടിലേക്ക് പോയി. അടുത്ത വർക്കൗട്ട് ഷോൾഡർ പ്രസ് ആയിരുന്നു. അത് 20 kg പ്ലേറ്റ് ഉപയോഗിച്ചാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് യോഗ പോസ് ചെയ്തു, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്തു. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ 4 ആമിനുള്ള വർക്കൗട്ടിലേക്കാണ്. അങ്ങനെ 4 ആമിനുള്ള വർക്കൗട്ട് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ ക്ലോസ് ചെയ്തു. അടുത്ത